ബോണ്ടിങ് ഇൻ ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ്. നമ്മൾ കുറച്ച് മോളിക്യൂൾസിൻ്റെ ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ ന്യൂക്ലിയർ ആയിട്ടുള്ള ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ ബോണ്ടിങ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് ഹൈഡ്രജൻ മോളിക്യൂൾസിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നമ്മൾ പരിചയപ്പെട്ടതാണ് ഈ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹൈഡ്രജൻ്റെ കേസിൽ വരുമ്പോൾ σ1s2 ആണ് വരിക. മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ താഴെ കാണുന്ന ഇലക്ട്രോൺ σ1s2. അപ്പോൾ അവിടെ 2 ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. H2 ആണ്, ബോണ്ട് ഓർഡറിങ് അല്ല H2 ആണ്. അപ്പോൾ അവിടെ 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ½ × 2 - 0 = 1. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹൈഡ്രജൻ മോളിക്യൂളിൽ ബോണ്ട് ഓർഡർ 1 ആണ്. അപ്പോൾ അവിടെ ഒരു സിംഗിൾ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അതേപോലെ എല്ലാം പെയർഡാണ്. അതുകൊണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ നമുക്ക് എന്താണ് പറയാം? ഡയാമാഗ്നറ്റിക് ആണെന്ന് പറയാം. ഈ താഴെ ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/2 × Nb - Na എന്നുള്ളതാണ്. Nb is the number of molecules in the bonding molecular orbital. Na is the number of electrons in the anti-bonding molecular orbital. ഇവിടെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് Nb - Na എന്നുള്ളത് 2 - 0 2 എന്ന് വരും. ½ = 1. ഇത് ഹീലിയം. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. He2 explain He2 molecule does not exist by using molecular orbital theory. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വെച്ച് ഹീലിയം മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തെളിയിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നമുക്കറിയാം ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹീലിയത്തിൻ്റെ. ഇതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം നമ്മൾ പരിചയപ്പെട്ടാണ്. മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. σ1s2 σ*1s2. അപ്പോൾ അതിൻ്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ താഴെ നോക്കുക. ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹീലിയത്തിൻ്റെ 2 ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, 2 ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. അപ്പോൾ Nb - Na = 0. 0 × ½ = 0. Then the bond order of helium molecule is 0. Bond order 0 എന്ന് പറഞ്ഞാൽ there is no bond. Therefore the bond order is 0. Therefore no bond existing between the 2 helium atoms. Therefore helium molecule does not exist. ലിഥിയം മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. σ1s2 σ*1s2 σ2s2. അപ്പോൾ അതിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം നമ്മൾ മുമ്പ് പരിചയപ്പെട്ടതാണ്, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ σ1s2 σ*1s2 σ2s2 എന്നുള്ളതാണ് അതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് വെച്ച് നമ്മൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബോണ്ട് ഓർഡർ 4 - 2 Nb 4 ആണ്. σ1s2നും σ2s2ലെയും 2 ഇലക്ട്രോൺ വീതം 4 ഇലക്ട്രോൺ. 4 - 2 × 2 4 - 2 × ½. അപ്പോൾ നമുക്ക് കിട്ടുക 4 - 2 എന്ന് പറഞ്ഞാൽ 2 × 1/2 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ലിഥിയം മോളിക്യൂളിൽ ഒരു സിംഗിൾ ബോണ്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബോണ്ട് ഓർഡർ 1 കിട്ടുന്നതുകൊണ്ട്. അതേപോലെ അതിൻ്റെ മാഗ്നറ്റിക് നേച്ചർ എന്താണ്? ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ. കാരണം എന്താണ്? എല്ലാ മോളിക്കുലാർ ഓർബിറ്റൽസും പെയർഡ് ആണ്. ഇലക്ട്രോൺസ് ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺസ് അൺപെയർഡ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് C2 കാർബൺ. നമുക്ക് അതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിന് എനർജി ലെവൽ ഡയഗ്രവും കൊടുത്തിട്ടുണ്ട്. രണ്ടും മനസ്സിലാക്കി വെക്കണം. എനർജി ലെവൽ ഡയഗ്രത്തിൽ ഇതിൽ 1s കൂടി അതിൽ σ1s σ*1s കൂടിയും അതിൽ ഉൾപ്പെടുത്തണം. അതിൻ്റെ താഴെ അതിൻ്റെ മുകളിലാണ് ഇത്രയും വരേണ്ടത്. നമുക്ക് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ σ1s2 σ*1s2 σ2s2 σ*2s2 π2px2 = π2py2 എന്നുള്ളതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് അതിൻ്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8 - 4 8 ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണുള്ളത്. അതായത് സ്റ്റാർ ഇല്ലാത്ത മോളിക്കുലാർ ഓർബിറ്റലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 8 ആണ്. സ്റ്റാർ ഉള്ളതിൽ 4 ആണ്. അത് ഒന്ന് σ*1s2ലും മറ്റൊന്ന് σ*2s2ലാണ്. അപ്പോൾ അത് രണ്ടും കൂടി 4 ഇലക്ട്രോൺ. അപ്പോൾ 8 - 4 / 2 അതാണ് ബോണ്ട് ഓർഡർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കാർബൺ മോളിക്യൂളിൽ ഡബിൾ ബോണ്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എല്ലാ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസും പെയർഡ് ആയതുകൊണ്ട് കാർബൺ ഈസ് ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതാണ് ഓക്സിജൻ മോളിക്യൂൾ. മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ചോദിക്കാറുണ്ട്.
ബോണ്ട് ഓർഡർ ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ മാഗ്നറ്റിക് നേച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ പറയാറുണ്ട് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വെച്ച്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 എന്നീ പിക്ചറിൻ്റെ നേരെ താഴെ വരാനുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഇതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 സിഗ്മ 2pz2 pi 2px2 is equal to pi 2py2 and pi star 2px1 equal to pi star 2py1. കാരണം രണ്ടിൻ്റെയും എനർജി ഈക്വൽ ആണ്, ഡീജനറേറ്റ് ഓർബിറ്റലാണ്. അതുകൊണ്ട് ഇലക്ട്രോൺസ് സിംഗിൾ ആയിട്ടാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിൽ സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോണുകളുടെ അല്ലെങ്കിൽ സ്റ്റാർ ഇല്ലാത്ത മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ ഇലക്ട്രോണുകൾ എണ്ണുമ്പോൾ 10 കിട്ടുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ബോണ്ട് ഓർഡർ 10 മൈനസ് സ്റ്റാർ ഉള്ള ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 6 10 മൈനസ് 6/2 is 4/2 is equal to 2. അപ്പോൾ ഓക്സിജനിലെ ബോണ്ട് ഓർഡർ 2 ആണ്. therefore there is a double bond existing in the oxygen molecule. അതേപോലെ ഓക്സിജൻ്റെ മാഗ്നറ്റിക് നേച്ചറാണ് മറ്റൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ വാലൻസ് ബോണ്ട് തിയറിയുടെ ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞതാണ്. അത് ഇവിടെ പാരാമാഗ്നറ്റിക് നേച്ചർ ഓഫ് ഓക്സിജൻ cannot be explained by valence bond theory, but it can be explained by using molecular orbital theory. കാരണം ഇവിടെ ഓക്സിജൻ മോളിക്യൂളിൻ്റെ കേസിൽ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. പൈ സ്റ്റാർ 2pxലും പൈ സ്റ്റാർ 2pyലും ഓരോ ഇലക്ട്രോൺ വീതം 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഈ ഒരു ഓക്സിജൻ മോളിക്യൂള് that is paramagnetic in nature, that is attracted in the magnetic field, substance attracted in the magnetic field എന്നുള്ള കാറ്റഗറിയിലാണ്. അല്ലെങ്കിൽ ഓക്സിജൻ ഈസ് പാരാമാഗ്നറ്റിക്. അതിനുള്ള റീസൺ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് മോളിക്കുലാർ ഓർബിറ്റലിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോർ ലാർജർ മോളിക്യൂൾസ്. നമ്മൾ സിമ്പിൾ മോളിക്യൂൾസിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽസ് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. ലാർജർ മോളിക്യൂൾസിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽസ് പറയുന്നത് ഗ്രൂപ്പ് തിയറിയാണ് യൂസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഗ്രൂപ്പ് തിയറി ഈസ് യൂഷ്വലി യൂസ്ഡ് ടു ഡെവലപ്പ് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ആൻഡ് ഡ്രോയിങ് ഓഫ് മോർ കോംപ്ലിക്കേറ്റഡ് മോളിക്യൂൾസ്. അപ്പോൾ അത് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ ഡിഗ്രി തലത്തിലും അല്ലെങ്കിൽ PG തലത്തിലുമൊക്കെ കെമിസ്ട്രിക്ക് പഠിക്കുന്നതാണ് ഈ ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഗ്രൂപ്പ് തിയറി. അതാണ് ഹയർ മോളിക്യൂൾസിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രവും അതേപോലെ അതിൻ്റെ ഡ്രോയിങ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ദി അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ബൈൻഡ്സ് ഹൈഡ്രജൻ ആറ്റം വിത്ത് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. The attractive force, that is hydrogen bonding, is the attractive force which binds hydrogen atom with the electronegative atom. When hydrogen is bonded to more electronegative atom forms a polarity. ഹൈഡ്രജനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ഒരു ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിനും ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റത്തിനുണ്ടാവും. ദി പോസിറ്റീവ്ലി ചാർജ്ഡ് ഹൈഡ്രജൻ ആറ്റം ഫോംസ് എ ബോണ്ട് വിത്ത് മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഇസ് നോൺ ആസ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡെൽറ്റ പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഹൈഡ്രജനിൽ ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ആയിരിക്കും, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിൽ ഡെൽറ്റ നെഗറ്റീവ് ചാർജ് വരും. അപ്പോൾ ഒരാറ്റത്തിൻ്റെ ഒരു മോളിക്യൂളിൻ്റെ ഡെൽറ്റ എച്ച് പോസിറ്റീവുള്ള ഹൈഡ്രജൻ ആറ്റവും മറ്റൊരു മോളിക്യൂളിൻ്റെ ഡെൽറ്റ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും തമ്മിലുണ്ടാകുന്ന വെർച്വൽ ബോണ്ടിനാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ദേ ആർ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. നമുക്ക് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. HF മോളിക്യൂളിൽ എച്ചിൻ്റെ ഡെൽറ്റ എച്ച് ആണ്, ഫ്ലോറിൻ്റെ ഡെൽറ്റ മൈനസ് ആണ്. ആ ഡെൽറ്റ മൈനസ് ഫ്ലോറിലെ ഡെൽറ്റ മൈനസ് ചാർജും ഹൈഡ്രജൻ്റെ ഡെൽറ്റ പോസിറ്റീവും തമ്മിലുള്ള ഡെൽറ്റ പോസിറ്റീവുള്ള ഹൈഡ്രജൻ ആറ്റവും ഡെൽറ്റ നെഗറ്റീവുള്ള ഫ്ലോറിൻ തമ്മിലുണ്ടാകുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്. ആ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഹൈഡ്രജൻ ബോണ്ടിങ് എക്സിസ്റ്റ് ചെയ്യാൻ കാരണം എന്താ? ഹൈഡ്രജൻ്റെയും ഫ്ലോറിൻ്റെയും ഇലക്ട്രോണെഗറ്റിവിറ്റി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഫ്ലോറിന് ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, ഹൈഡ്രജന് ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരു പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ആ ഒരു പോസിറ്റീവും നെഗറ്റീവും എൻഡിലുള്ള ഡൈപോളാണ് അവിടെ ഉണ്ടാവുക. ആ ഒരു മോളിക്യൂളിലെ ഡെൽറ്റ നെഗറ്റീവ് ചാർജും മറ്റൊരു മോളിക്യൂളിലെ ഹൈഡ്രജൻ്റെ മുകളിലുള്ള
ഡെൽറ്റ പോസിറ്റീവ് ചാർജ് തമ്മിലുള്ള അട്രാക്ഷൻ, ആ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ബോണ്ടിങ് രണ്ട് തരത്തിലാണുള്ളത്. ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും മറ്റൊന്ന് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും. Intermolecular hydrogen bonding, the attractive force which binds hydrogen atom of a molecule with electronegative atom of another molecule. നമുക്ക് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് HOH, അത് വാട്ടർ മോളിക്യൂൾ. അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, ഏതൊക്കെ തമ്മിൽ ബൈൻഡ് ചെയ്ത് നിർത്തുന്നതാണ്? ഹൈഡ്രജൻ ആറ്റം ഓഫ് എ മോളിക്യൂൾ, ഒരു മോളിക്യൂളിലെ ഹൈഡ്രജൻ ആറ്റവും ഏതുമായിട്ടാണ്? വിത്ത് ദി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഓഫ് അനദർ മോളിക്യൂൾ, മറ്റൊരു മോളിക്യൂളിൻ്റെ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റവുമായിട്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ടാക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ HOHലെ വാട്ടർ മോളിക്യൂളിലെ ഒരു മോളിക്യൂളിൻ്റെ ഹൈഡ്രജൻ ആറ്റം മറ്റൊരു മോളിക്യൂളിലെ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുകയാണ്. അതിന് കൂടുതൽ എക്സാമ്പിൾസ് അല്ലെങ്കിൽ കൂടുതൽ വാട്ടറിൽ കാണുന്ന കൂടുതൽ ഹൈഡ്രജൻ ബോണ്ടിങ്, എല്ലായിടത്തും ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു വെർച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ദി ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്, ദി അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ബൈൻഡ്സ് ഹൈഡ്രജൻ ആറ്റം ഓഫ് വൺ മോളിക്യൂൾ വിത്ത് ദി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഓഫ് ദി സെയിം മോളിക്യൂൾ. ഈ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ പറയുന്ന മറ്റൊരു പേരാണ് ദി ഹൈഡ്രജൻ ബോണ്ടിങ് വിത്തിൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും, അതിന് രണ്ടാമതൊരു മോളിക്യൂളിൻ്റെ ആവശ്യമില്ല. നമുക്ക് അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ബൈൻഡ്സ് ദി ഹൈഡ്രജൻ ആറ്റം ഓഫ് വൺ മോളിക്യൂൾ, ഇവിടെ ഓർത്തോ നൈട്രോ ഫീനോളാണ്. ഓർത്തോ നൈട്രോ ഫീനോളാണ് എക്സാമ്പിൾ. അതിൽ NO2 ഗ്രൂപ്പ് ഉണ്ട്. NO2 ഗ്രൂപ്പിലെ ഓക്സിജൻ ഇലക്ട്രോനെഗറ്റീവാണ്. അത് ഫീനോളിക് ഗ്രൂപ്പായിട്ടുള്ള ആൽക്കഹോളിക് ഗ്രൂപ്പായിട്ടുള്ള OHലെ എച്ചുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ OHലെ OHും ഒരു മോളിക്യൂളിൻ്റെ തന്നെയാണ്, NO2 ഒരേ മോളിക്യൂൾ തന്നെയാണ്. ആ ഒരേ മോളിക്യൂളിലെ രണ്ട് എൻഡുകൾ തമ്മിൽ ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടിങ്ങിനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെയാണ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയും. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് ഓർത്തോ നൈട്രോഫീനോളാണ്. ഓർത്തോ നൈട്രോഫീനോളും പാരാനൈട്രോഫീനോളും എടുക്കുന്ന സമയത്ത് പാരാനൈട്രോഫീനോളിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് കൂടുതലാണ് ഓർത്തോ നൈട്രോഫീനോളിനേക്കാളും. അപ്പോൾ എന്തുകൊണ്ടാണ് പാരാനൈട്രോഫീനോളിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ഓർത്തോ നൈട്രോഫീനോളിനേക്കാളും കൂടാൻ കാരണം? പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന O നൈട്രോഫീനോളും P നൈട്രോഫീനോളും. ഓർത്തോ നൈട്രോഫീനോൾ അതാണ് ഈ കാണുന്നത്. പാരാനൈട്രോഫീനോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ എവിടെയാണോ NO2 ഗ്രൂപ്പ് ഉള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് പൊസിഷനിലായിരിക്കും OH ഗ്രൂപ്പ് ഉണ്ടാകും. അപ്പോൾ ആ പാരാനൈട്രോഫീനോളിൽ ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഉണ്ടാവുക. അതായത് ഒരു മോളിക്യൂളിലെ OHലെ Hഉം മറ്റൊരു മോളിക്യൂളിലെ NO2ലെ Oയുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുക, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുക. അതിന് ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. ഇവിടെ ഇത് ഓർത്തോ നൈട്രോഫീനോളാണ്. ഇതിലുണ്ടാവുന്ന എന്താണ്? ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. മറ്റൊരു മോളിക്യൂളായിട്ട് അട്രാക്ഷൻ ഇല്ല, ആ മോളിക്യൂളിൻ്റെ രണ്ട് ഭാഗങ്ങൾ, ഒരേ മോളിക്യൂളിൻ്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിലാണ് അട്രാക്ഷൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് എന്തിനെ ബാധിക്കില്ല? ബോയിലിംഗ് പോയിൻറ്റിനെ ബാധിക്കില്ല. മറ്റൊരു മോളിക്യൂളായിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അതേ സമയത്ത് ഇവിടെ ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ പാരാനൈട്രോഫീനോളിലാണെങ്കിൽ രണ്ട് മോളിക്യൂൾ തമ്മിലാണ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളത്, നേരത്തെ വാട്ടറിൻ്റെ കണ്ടതുപോലെ. അപ്പോൾ അത് മറികടക്കണമെങ്കിൽ നമ്മൾ ആ ഹൈഡ്രജൻ ബോണ്ടിങ് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജിയും കൂടിയും കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവിടെ ബോയിലിംഗ് പോയിൻറ്റ് കൂടാൻ കാരണം. അപ്പോൾ ഒരു സിംഗിൾ ആൻസർ, ഒറ്റ വാക്കിലുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, in paranitrophenol the intermolecular hydrogen bonding present. In orthonitrophenol intramolecular hydrogen bonding is present. അപ്പോൾ when intermolecular hydrogen bonding is present, then the bonding is between two molecules. In intramolecular hydrogen bonding there is no attractive force between the molecules. That is the answer for that question. This is the end of the fourth chapter, bonding and molecular structure.